ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ഗുജറാത്തിലെ കെവാഡിയയിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 25 ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി രാജ്പിപ്പലയിൽ ബിർസ മുണ്ട ഗോത്ര സർവകലാശാല, വാമൻ വൃക്ഷവാടിക ഇ ബസ് ചാർജിംഗ് ഡിപ്പോ എന്നിവ ഉദ്ഘാടനം ചെയ്യും. ഗരുഡേശ്വറിലെ ഹോസ്പിറ്റാലിറ്റി ഡിസ്ട്രിക്റ്റിന്റെ ആദ്യഘട്ടം, സത്പുട സംരക്ഷണ മതിൽ, നർമ്മദ ഘട്ട് എക്സ്റ്റൻഷൻ എന്നിവ ഇന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കൂടാതെ 367 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട മ്യൂസിയം, വീർ ബാലക് ഉദ്യാനം, സ്പോർട്സ് കോംപ്ലക്സ്, മഴക്കാടുകളുടെ പദ്ധതി, ശുൽപ്പനേശ്വർ ഘാട്ടിനടുത്തുള്ള ജെട്ടി വികസനം, ഏകതാ പ്രതിമയിലെ നടപ്പാത എന്നിവയുൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 150 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ഏക്താ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഗുജറാത്തിൽ നാളെ നടക്കുന്ന ഏക്താ പരേഡ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന അദ്ദേഹം ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. എല്ലാ വർഷവും ഒക്ടോബർ 31-ന് ഏകതാ നഗറിൽ പരേഡ് സംഘടിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പരേഡിൽ BSF, CRPF, CISF, ITBP, SSB, സംസ്ഥാന പോലീസ് സേനകൾ എന്നിവയിലെ അംഗങ്ങൾ അണിനിരക്കും. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ എല്ലാ ജില്ലകളിലും നാളെ മുതൽ നവംബർ 25 വരെ യൂണിറ്റി മാർച്ച് പദയാത്രകൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 7:30-ന് കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപിക്കുന്നത്. കേരള പോലീസും നാളെ സംസ്ഥാനത്തുടനീളം ഐക്യത്തിനായുള്ള കൂട്ടയോട്ടം സംഘടിപ്പിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസർ ഗവർണർക്ക് കൈമാറി. പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. പരിഷ്കരണ പ്രക്രിയ വേഗത്തിലും കുറ്റവിമുക്തമായും പൂർത്തീകരിക്കുന്നതിന് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കേരള നിയമസഭ നവംബർ 1-ന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കും. 15ാം നിയമസഭയുടെ 15ാം സമ്മേളനമാണ് കേരള പിറവി ദിനത്തിൽ വിളിച്ചു ചേർക്കുന്നത്. നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് കാസർഗോഡ് പെരിയ ക്യാമ്പസിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നാളെ രാവിലെ നടക്കുന്ന യൂണിറ്റി മാർച്ചിൽ ശ്രീ ജോർജ് കുര്യൻ പങ്കെടുക്കും. 5ാമത് ദേശീയ മറൈൻ ഫിഷറീസ് സെൻസസ് ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കൊച്ചി CMFRIയിൽ അദ്ദേഹം നാളെ നിർവഹിക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് പൂജകൾ ശംഖുമുഖത്ത് പൂർത്തിയായി. സമുദ്രത്തിലെ ആറാട്ടിന് ശേഷം ശംഖുമുഖത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങളുടെ തിരിച്ചെഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലൂടെ കടന്നാണ് ശംഖുമുഖത്ത് ആറാട്ടിനായി എത്തിയത്. ഇതിന്റെ ഭാഗമായി രാത്രി 9 വരെ വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ മുഖ്യ അതിഥികളാകും. 59,277 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് കേരളം ഈ ലക്ഷ്യം കൈവരിച്ചത്. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺ വിജയലക്ഷ്യം. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 338 റൺസിന് പുറത്താവുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എന്ന നിലയിലാണ്. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വിജയത്തെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇടുക്കിയിലെ ചീനിക്കുഴിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ. ആലിയകുന്നേൽ ഹമീദിനെയാണ് തൊടുപുഴ മുട്ടം സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് ഇയാളെ മാറ്റുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.